മൂന്നാം തവണ ഇന്ത്യ ഭരിക്കുന്ന BJPക്ക്, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭയം തട്ടിത്തുടങ്ങിയോ എന്നുള്ള ചോദ്യമാണ്. കാരണം അന്താരാഷ്ട്ര മീഡിയ ആ രീതിയിലാണ് എക്കണോമിയും ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ സ്ലോ ആയിട്ടുള്ള പിച്ചും പോക്കും, അത് പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജമ്പ് ചെയ്തുള്ള പോക്ക് കണ്ടിട്ട് അവരുടെ ഒരു അസംഷനാണ് പലരും അത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതിലൊരു ഇൻ്റർനാഷണൽ മീഡിയ പറഞ്ഞ റിപ്പോർട്ടാണ് ശരിക്കും അതിൻ്റെ അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഹരിയാനയിൽ നടക്കും, മഹാരാഷ്ട്രയിൽ നടക്കും, ബീഹാറിൽ നടക്കും, ജമ്മു ആൻഡ് കാശ്മീരിൽ നടക്കും, പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സ്റ്റേറ്റുകളിലൊക്കെ നടക്കും. ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രഡിക്ഷൻസും വരുമ്പോഴും ആരും പറയുന്നില്ല ഇവിടെയൊക്കെ BJP അധികാരത്തിൽ വരും. അതായത് BJPയുടെ കയ്യിൽ നിന്നും ഭരണം ഈ പല സ്റ്റേറ്റുകളിൽ പോവുക മാത്രമല്ല, ഇവിടെ MLA-മാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പല റിപ്പോർട്ട്സുകളും പ്രഡിക്ഷനും സർവേ റിപ്പോർട്ടുകളും പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, അതിലെന്ത് മാറ്റമാണ്? നരേന്ദ്രമോദിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്, 2 ഘടകകക്ഷികൾ പിന്തുണയ്ക്കുന്നുണ്ട്, അവർക്ക് മുന്നോട്ട് പോയിക്കൂടെ? ഇതാണ് പിന്നീട് ഉള്ള ചോദ്യം. അപ്പം അതിന് ഉത്തരം അതിനകത്ത് പറയുന്നത്, ഇപ്പോൾ രാജ്യസഭയിൽ വളരെ നേരിയ ഭൂരിപക്ഷമാണ് BJPക്ക് ഇപ്പോഴുള്ളത്. അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഈ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലും ഇവിടെയൊക്കെ വലിയ സ്റ്റേറ്റുകളാണ്. ഇവിടെയൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ, അതായത് വരാൻ പോകുന്ന 1-1.5 വർഷത്തിനുള്ളിൽ ഏകദേശം 40-42ഓളം സീറ്റുകളിൽ, രാജ്യസഭാ സീറ്റുകളിൽ പല കാൻഡിഡേറ്റ്സും വരും. ഇവിടെയൊക്കെ ഇന്ന് BJP ആണ് ജയിച്ച് ഭൂരിപക്ഷം അധികാരത്തിൽ നിന്നിരുന്നുവെങ്കിൽ ഇവിടെയെല്ലാം പ്രതിപക്ഷ പാർട്ടികളോടുകൂടി BJPയുടെ ഭൂരിപക്ഷം ചുരുങ്ങിപ്പോകും. പ്രധാന പോയിന്റ് അത്. കാരണം മഹാരാഷ്ട്രയിൽ വലിയ തോൽവിയാണെങ്കിലും, ബീഹാറിൽ വലിയ തോൽവിയാണെങ്കിലും, ഇപ്പൊ ഹരിയാനയിൽ വലിയ തോൽവിയാണെങ്കിലും ഉറപ്പായിട്ടും ഈ രാജ്യസഭാ മെമ്പേഴ്സിന്റെ എണ്ണം പ്രതിപക്ഷത്ത് കൂടുകയും BJPയിൽ വലിയ രീതിയിൽ കുറയുകയും ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇപ്പൊ ലോക്സഭയിൽ പാസ്സാകും ബില്ല്, രാജ്യസഭയിൽ പാസ്സാകില്ല. അതായത് പോളിസികളും പല നയങ്ങളും നരേന്ദ്രമോദി ഗവൺമെന്റ് എടുക്കാൻ ബുദ്ധിമുട്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതിൽ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ കണ്ടു ജമ്മു ആൻഡ് കാശ്മീരിലും ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇപ്പം അതിൻ്റെ കാശ്മീരിൽ വലിയ BJPക്ക് ഒരു സ്വാധീനവുമില്ല. കാരണം അവിടെ PDP ആണെങ്കിൽ നാഷണൽ കോൺഫറൻസ് ആ പാർട്ടികളൊക്കെയാണ് അവിടെ മേൽക്കും, പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ചെറിയ രീതിയിൽ. പക്ഷെ ജമ്മു റീജിയൻ എന്ന് പറയുന്നത് BJPയുടെ കോട്ടയാണ്. ഞാൻ എൻ്റെ പോയിന്റ് മനസ്സിലാക്കണം. ജമ്മു റീജിയൻ BJPയുടെ കോട്ടയാണ്, ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ BJPക്കകത്ത് കലാപമാണ്. ഇതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്. പല BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പ് ചില കാര്യങ്ങളിൽ സ്റ്റേറ്റിൻ്റെ പലതിൻ്റെ അത് അലമ്പാക്കി കളയുകയാണ്. എന്താണ് അവിടെ പ്രശ്നം ഉണ്ടായത്? BJPയുടെ പല സീനിയർ നേതാക്കളെ മാറ്റിയിട്ട് ഇപ്പൊ അവരുടെ 3ാം തലമുറ നേതാക്കൾക്ക് സീറ്റ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ 1ാം തലമുറയും 2ാം തലമുറ നേതാക്കൾ അടിയായി. ഏകദേശം BJPയുടെ സീനിയർ നേതാക്കളെല്ലാം തന്നെ അവിടെ BJP കാൻഡിഡേറ്റ്സിനെതിരെ ക്യാമ്പയിൻ നടത്തുകയാണ്. അവർ ഇലക്ഷനിൽ മത്സരിക്കുകയാണ്. ആലോചിച്ച് നോക്കുക, ഈ ജമ്മു റീജിയൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ എപ്പോഴും BJP ജയിക്കുന്നൊരു സംഭവമാണ്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായേക്കുന്നത്. അപ്പം ഇത് ജമ്മുവിൽ തുടങ്ങുന്ന അടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഇനി അടുത്ത് നമ്മൾ ഹരിയാനയിലോട്ട് പോകാം. ഹരിയാനയിൽ എന്താണ് BJPക്ക് സംഭവിച്ചത്? ബേസിക്കലി ഹരിയാന എന്ന് പറയുന്നത് ജാട്ട് ലാൻഡാണ്. ഇപ്പോൾ ഹരിയാന ഒരു ചെറിയ സ്റ്റേറ്റ് ആണെങ്കിലും ആ ജാട്ടിനാണ് മഹാഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. ഹരിയാനയുടെ എപ്പോഴും നേച്ചർ അനുസരിച്ചിട്ട് ഹരിയാനയുടെ ഇതിൻ്റെ റീസൺ ഉണ്ട്. ഹരിയാനയും പഞ്ചാബും ഒക്കെ ഡിവിഷനായിട്ട് പ്രത്യേക സ്റ്റേറ്റുകൾ ഉണ്ടായപ്പോൾ പഞ്ചാബിലൊരു സർദാർജി ഒരു സിഖുകാരനായിരിക്കും മുഖ്യമന്ത്രിയെങ്കിൽ ഹരിയാനയിൽ ഒരു ജാട്ട് വംശജനായിരിക്കും.
പക്ഷേ നരേന്ദ്രമോദി വന്ന ശേഷം അവിടെ ഖറ്റാർ എന്ന് പറഞ്ഞ നോൺ ജാട്ടിന് വളരെ വലിയ മൈനോറിറ്റി ഒരു കമ്മ്യൂണിറ്റി അതിൻ്റെ അകത്ത് അയാളെ പിടിച്ച് അവിടെ മുഖ്യമന്ത്രി ആദ്യത്തെ ടൈം ഓക്കെ, രണ്ടാമത്തെ ടൈം മൂന്നാമത്തെ ടൈം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ജാട്ട് കമ്മ്യൂണിറ്റിയുമായിട്ട് അടിയായി, ലിറ്ററലി അടിയായി. കാരണം അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി പെട്ടെന്ന് തീരുമാനമെടുത്ത് ഖട്ടാറിനെ അവിടെ നിന്ന് മാറ്റി സൈനി എന്ന് പറഞ്ഞ ജാട്ടുകാരനെ അവിടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കുന്നു. പിന്നീട് നോക്കുക, ഈ അടുത്ത സമയത്ത് കോൺഗ്രസിനകത്തുള്ള സീനിയർ ആയിട്ടുള്ള പല നേതാക്കൾ, കിരൺ ചൗധരി ഉൾപ്പെടെ, എനിക്ക് അവരെ നേരിട്ടറിയാം. ഇവരെയെല്ലാം ബി ജെ പി കൊണ്ടുവന്ന് രാജ്യസഭാ കാൻഡിഡേറ്റ് ആയിട്ട് ഇപ്പോഴാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായത് ജാട്ട് കമ്മ്യൂണിറ്റിയിൽ പിണക്കുവാണെങ്കിൽ അടികിട്ടുമെന്ന്. അതുതന്നെയാണ് ഈസ്റ്റേൺ യു പിയിൽ സംഭവിച്ചത്. ഈസ്റ്റേൺ യു പി നല്ല അടിയാണ് കിട്ടിയത്. അവിടെ പണ്ട് ചരൺ സിംഗിൻ്റെ മകൻ അദ്ദേഹം മരിച്ചു, അജിത് സിംഗിൻ്റെ മകനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇവിടെ ചൗട്ടാലയുടെ കൊച്ചുമകനെ കൊണ്ടുവന്ന് പരീക്ഷണത്തിന് ശ്രമിക്കും. ഇവരുമായിട്ടൊക്കെ അവസാനം അടിയായി. ഈ ജാട്ട് കമ്മ്യൂണിറ്റിയുമായിട്ട് അവർക്ക് ഇഷ്യൂ ആണ്. ബേസിക്കലി ഇവർ കർഷകരാണ്, അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ജാട്ട് എന്ന് പറയുന്നത്, സാമ്പത്തികമായിട്ടുള്ളവരാണ്. പക്ഷെ ഇവരെ അവഗണിക്കാൻ സാധിക്കില്ല. കാരണം ഇവർ കാരണം രാജസ്ഥാൻ്റെ പ്രദേശത്ത് നിങ്ങൾ നോക്കുക, രാജസ്ഥാനിൽ ബി ജെ പി തോറ്റ മണ്ഡലങ്ങൾ ജാട്ടിന് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിലാണ് തോറ്റേക്കുന്നത്. ഇനി യു പി നോക്കുക, ബി ജെ പി പരാജയപ്പെട്ട ഏറിയ ജാട്ട് ഏറിയല്ല, ജാട്ട് ലാൻഡിലാണ് പരാജയപ്പെട്ടേക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇഷ്യൂ. ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ ബി ജെ പിയുടെ സെൻട്രൽ ലീഡർഷിപ്പിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഹരിയാനയിൽ, ഈ ഹരിയാന സിഖുകാരുണ്ട്. സിഖുകാർ മറ്റേ കാർഷിക ഇഷ്യൂ അന്ന് മുതൽ ആൻറ്റി ബി ജെ പി ആയിട്ട് മാറി. അപ്പം സിഖ് കമ്മ്യൂണിറ്റിയുമായിട്ടൊരു നല്ല ബന്ധത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് ഈ ഹരിയാനയിൽ ബി ജെ പിക്ക് 3-4 സീറ്റുകളിൽ കൂടുതൽ ഒരു സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഗുരുഗ്രാം എന്ന് പറയും, ഗുഡ്ഗാവ് ഡൽഹിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് പോലും ബി ജെ പി വല്ലാതെ അങ്ങ് തോറ്റുപോകും. കാരണം ബി ജെ പിയുടെ പല നേതാക്കൾക്കും അവിടെ പല ഗ്രാമങ്ങളിൽ പോകാൻ കഴിയുന്നില്ല. ആ സ്ഥിതി ഉണ്ടായി. ഇപ്പം മഹാരാഷ്ട്ര എടുത്ത് നോക്കും, എന്തുവാ സ്ഥിതി? അവിടെ സ്ഥിതി വളരെ ഭീകരമാണ് ബി ജെ പിയുടെ. ഇപ്പം ശിവജിയുടെ ആ സ്റ്റാച്യു മറഞ്ഞതോടുകൂടി അതിഭയങ്കരമായ ആൻറ്റി ബി ജെ പി സംഭവമായി മാറി മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ. എനിക്ക് തോന്നുന്നില്ല അവിടെ ബി ജെ പിക്ക് 20 ബി ജെ പിയുടെ അലയൻസും എല്ലാം കൂടെ ചേർത്ത് 20 മാക്സിമം 20-25 സീറ്റിൽ കൊള്ളുന്ന ബി ജെ പിക്ക് അസംബ്ലി കിട്ടാൻ പോകുന്നില്ല. അവിടെ ഏറ്റവും കാണിച്ച തെറ്റ് ഈ ഏകനാഥ് അയാളെ കൊണ്ടുവരുന്നതിന്, പക്ഷേ ഏകനാഥിൻ്റെ കൊണ്ടുവരുന്നതിന് പകരം അവിടെ ഫഡ്നവീസ് ബി ജെ പിയുടെ ആളെ അവിടെ മുഖ്യമന്ത്രി ആക്കിയിരുന്നുവെങ്കിൽ ഇത്രമാത്രം ഒരു ആൻറ്റി ഇൻകംബൻസി കയറി വരില്ല. അവിടെ കർഷകരുടെ ഇഷ്യൂ ഉണ്ട്, അതേപോലെ കാസ്റ്റ് ഇഷ്യൂ ഉണ്ട്, കാരണം റിസർവേഷൻ്റെ ഇഷ്യൂ ഉണ്ട്, ദളിത് ഇഷ്യൂ ഉണ്ട്, ഭയങ്കര ഇഷ്യൂ അവിടെ കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതിനൊന്നും ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ അവിടെ ഭരിക്കുന്ന ബി ജെ പി, അതായത് ഏകനാഥ് ഷിൻഡെയുടെ പാർട്ടിയും ബി ജെ പിക്കും കഴിയുന്നില്ല. ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ കണ്ടെത്തുവാൻ ബി ജെ പി സെൻട്രൽ ലീഡർഷിപ്പിനും കഴിയുന്നില്ല. ബീഹാറിലും സ്ഥിതി വളരെ മോശമാണ്. നിതീഷ് നല്ല ഭൂരിപക്ഷത്തിന് തോറ്റുപോകാനാണ് സാധ്യത. അത് ബി ജെ പിയുടെ വലിയ പതനവും ആയി മാറുകയാണ്. ഇതെല്ലാം കൂടെ നോക്കുമ്പോഴാണ് ഈ മോദിയുടെ 3ാം ടേം എന്ന് പറയുന്നത് ശക്തി കുറയുന്നു. ബില്ലുകൾ പാസ്സാക്കാൻ കഴിയുന്നില്ല, തീരുമാനമെടുക്കാൻ കഴിയുന്നു. ഈ ഇലക്ഷനോടുകൂടി, അതായത് ഈ അസംബ്ലി ഇലക്ഷൻ 2024 നടക്കുന്ന അസംബ്ലി ഇലക്ഷനോടുകൂടി ബി ജെ പിക്ക് വലിയ പരാജയം കിട്ടുവാണെങ്കിൽ മോദി മന്ത്രിസഭ മുന്നോട്ട് പോകുന്ന കാര്യം, അതായത് എണ്ണം പറഞ്ഞ് തന്നെ പറയാം, അക്കങ്ങളുടെ കാരണം പിന്നീട് എത്ര ദിവസം ഇത് പോകും എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്.